ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു കൊഞ്ചും തീയലാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ആവശ്യമായ കൊഞ്ചെടുത്ത് നുള്ളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി പിഴിപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, തക്കാളിക്കായുണ്ട്, പച്ചമുളകുണ്ട്, കരിവേപ്പിലയുണ്ട്, തേങ്ങാക്കൊത്തുണ്ട്, കൊച്ചുള്ളിയുണ്ട്. ഈ കൊച്ചുള്ളി 2ആയിട്ട് പൊളന്നാൽ മതി. ഇച്ചിരി കൂടെ വലുതാണെങ്കിൽ 4ആയിട്ട് പൊളക്കണം. അതാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് കാര്യം. തേങ്ങ എടുത്ത് വറുക്കാൻ പോവാണ്. ഈ വറുക്കുന്നതിനകത്ത് ഈ തേങ്ങ ഒന്ന് മൂത്ത് കഴിയുമ്പം നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇതേ ചെറിയൊരു മൂപ്പായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 5-6 കൊച്ചുള്ളി, 3-4 കഷ്ണം കൊച്ചുള്ളിയാണ്, ഒരു 2 കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ മൂത്ത് വന്നോട്ടെ. ഇനി ഞാൻ ഇതിനകത്തോട്ട് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. അത് നല്ലതുപോലെ ഇളക്കണം. ഇനി ഞാൻ ഇതിനകത്തോട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതിനാവശ്യമായ മല്ലിപ്പൊടിയാണ്. ഞാൻ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനിതിപ്പോ ഒരു 1.5 സ്പൂൺ ഇട്ടു. മുക്കാലും 1.5 ആക്കി ഇട്ടു. ഇത് വലിയ സ്പൂണാണ്. ചെറിയ സ്പൂണിന് നമുക്ക് 2 സ്പൂൺ ഇടാം. തീയലല്ലേ, തീയലിന് മല്ലിപ്പൊടി വേണം. ഇനി ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനുള്ള എരിവിനുള്ള, പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ മുളക് പൊടി എന്തുമാത്രമാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് മുക്കാലും 1.5 ഇട്ടു. പിന്നെ ഒരു അരയും കൂട്ടി ഇട്ടു. 2 സ്പൂൺ, വലിയ സ്പൂണായിരുന്നു, 2 സ്പൂൺ ഇട്ട്. ഇനി ഇത് നല്ലപോലെ മൂത്ത് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ചെറു ചൂടോടെ നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം. വെള്ളം ചേർക്കാതെ വേണം പൊടിക്കാൻ. നല്ല തേങ്ങയാണെങ്കിൽ ഇതിനകത്തൊന്ന് വെളിച്ചെണ്ണ ഇറങ്ങും. ചട്ടി അടുപ്പ വെച്ച് ചൂടായി. നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. കുറച്ചുകൂടെ അതിൻ്റെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അതിനകത്തോട്ട് ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് കരിയാപ്പില ഇട്ടു. ഇനി ഇതൊരുവിധം മൂത്ത് വരട്ടെ. ഇതൊരുവിധം മൂത്ത് വന്നേ. ചൂട മൂക്കാനുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് പച്ചമുളകും തക്കാളിക്കായും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് വഴറ്റി കിട്ടട്ടെ. പച്ചമുളക് 2ആയിട്ട് കീറിയതാണ് കേട്ടോ. ഇങ്ങനെ തോന്നുക മുഴുവനോടെ കിടക്കുന്നതായിട്ട്. അപ്പോൾ അതെല്ലാം നീണ്ട് മൂത്ത് വന്നേ. നമ്മൾ അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുവാണ്. ഉപ്പും എല്ലാം കൈയളവാണ്. ഇനി നമ്മൾ ഈ അരപ്പിട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് വഴറ്റണം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളെ ഇനി പുളിവെള്ളം ഒഴിക്കുവാണേ. പുളിവെള്ളം ഒഴിച്ചിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണേ. ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. അപ്പോൾ നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ കൊഞ്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാവേ. അപ്പോൾ നമ്മുടെ മീൻകറി കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കാനായിട്ട് ഞാൻ ഒരാളെ വിളിക്കാൻ പോവാണ്. ഒരാളിപ്പം വന്ന് ടേസ്റ്റ് നോക്കും. നമുക്ക് നോക്കാം ആരാന്ന്. വാ, വരൂ. എങ്ങനെ ഇരിക്കുന്നു? സൂപ്പറാണോ? ഇതെന്തുവാ? കൊഞ്ചും തീയല്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പറ. അയ്യോ,
കമന്റ് ചെയ്യുക. നമ്മള് നമ്മൾ പറയുമ്പോ ഒറ്റ ഒരു പറപ്പിക്കുന്ന പോലെ ഓടി കാണിക്കാം കണ്ടോണേ വരട്ടെ.